ബഹുമാനരെ, ക്രിസ്തുമസിൻ്റെ സന്ദേശം മുഖരിതമായിട്ടുള്ള ഈ സായം സന്ധ്യയിൽ ധന്യമായിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനരിയായ ശ്രീമതി ഡോക്ടർ മറിയ ഉമ്മൻ, ചടങ്ങിൻ്റെ ഉദ്ഘാടകനായ അഭിവന്ദ്യ മെട്രോപൊലിത്ത ഡോക്ടർ തിയോഡോഷ്യസ്, പ്രമുഖ ചലച്ചിത്ര ഗായകനായ മലയാളത്തിന് അഭിമാനമായിട്ടുള്ള ശ്രീ എം ജി ശ്രീകുമാർ, ഇവിടെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുതുതലമുറയിലെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ വർഗീസ് ചാണ്ടി സാർ അടക്കമുള്ള മലയാള മനോരമയിലെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ വിശിഷ്ടമായിട്ടുള്ള സംഗീതം കൊണ്ടും സഹാനുഭൂതി കൊണ്ടും ത്യാഗസ്മരണകൾ കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അറിയിക്കട്ടെ. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊച്ചി മുതൽ കോട്ടയം വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളും കടകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം നക്ഷത്ര ദീപാലങ്കാരങ്ങളാൽ അലങ്കൃതമാണ്. വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്. അതായത് വിണ്ണിലെ നക്ഷത്രങ്ങൾ വീഥിയുടെ ഇരുവശങ്ങളിൽ നിരന്നു നിൽക്കുന്ന അതിസുന്ദരമായൊരു കാഴ്ച. എങ്ങും പ്രകാശം ചൊരിയുന്ന നക്ഷത്രങ്ങൾ. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം പുലർത്തുന്ന ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ലോകം മുഴുവൻ ഒരുങ്ങിയിരിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒക്കെയാക്കി ക്രിസ്മസിനെ നമ്മൾ വളരെ ആഹ്ലാദത്തോടെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. നാടും നഗരവും അതിൻ്റെ അനുഭൂതിയിലാണ്. നമുക്കറിയാം, കിഴക്ക് നിന്നുള്ള ദിവ്യന്മാരെ വഴികാട്ടാൻ ഉദിച്ച നക്ഷത്രത്തിൻ്റെ സ്മരണയിലാണ് നാമും നക്ഷത്ര വിളക്കുകളെല്ലാം തൂക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു തൂക്കുന്ന നക്ഷത്രം പോലെ, പുറത്ത് പണിയിച്ചൊരുക്കുന്ന പുൽക്കൂട് പോലെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും പുൽക്കൂടുകൾ പണിയേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങൾ. പൂർണ്ണ ഗർഭിണിയായ മറിയയ്ക്ക് കാലിത്തൊഴുത്ത് വൃത്തിയാക്കി വൈക്കോൽ കിടക്ക വിരിച്ച പോലെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് നമ്മുടെ മനസ്സിൽ ദൈവപുത്രന് ജനിക്കാനായിട്ടുള്ള ഒരിടം ഒരുക്കുന്നത് വഴി, ഒരു പുൽക്കൂട് ഒരുക്കുന്നത് വഴി നമ്മളും ഒരു നക്ഷത്രമായി ഉയർത്തപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരം നക്ഷത്രങ്ങളാവുന്ന മനുഷ്യരാണ് മാനവരാശിക്ക് മാതൃകളാവുന്ന മഹത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്. അവരാണ് അശരണരുടെ സ്വരം കേൾക്കുന്നത്. അവരാണ് ആലംബഹീനർക്ക് ആശ്വാസമാകുന്നത്. അത്തരം ഒരു നക്ഷത്രമാണ്, അത്തരമൊരു സഹാനുഭൂതിയുടെ പ്രതീക്ഷ ഉണർത്തുന്നൊരു നക്ഷത്രമാണ് മെലോഡിയ എന്ന ഈ ചെറിയ കൂട്ടായ്മ. ശ്രീമതി മറിയ ഉമ്മൻ നേർന്നു നൽകുന്ന ഈ കൂട്ടായ്മ വളരെ ശക്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ആദരിക്കുകയും അതിന് ആശംസകൾ അർപ്പിക്കുകയും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അസറ്റ് ഹോംസിൽ കഴിയുന്ന വിധത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സഹകരണം വാഗ്ദാനം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ദിവസമാണെന്ന്. ഞങ്ങളുടെ 108ാമത്തെയും 109ാമത്തെയും പ്രൊജക്റ്റുകളായിട്ടുള്ള ഏറ്റുമാനൂർ തെല്ലകത്ത് വരുന്ന അസറ്റ് വിൻചെസ്റ്റർ എന്ന പ്രോജക്റ്റും കോട്ടയം കഞ്ഞിക്കുഴിയിൽ വരുന്ന അസറ്റ് സെറിനിറ്റി എന്ന പ്രോജക്റ്റും ഇന്ന് ഔദ്യോഗികമായിട്ട് ഈ വേദിയിൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. കോട്ടയത്തെ അസറ്റ് ഹോംസിൻ്റെ അഞ്ചാമത്തെയും 6ാമത്തെയും പ്രോജക്റ്റുകളാണ് ഇവയെല്ലാം. അഭിവന്ദ്യ മെട്രോപൊലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് അവർകളും ശ്രീ ചാണ്ടി ഉമ്മൻ MLAയുമാണ് ഈ ചടങ്ങ് നിർവഹിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഈ ക്രിസ്മസ് വേളയിൽ വളരെ പ്രാർത്ഥനാപൂർവം ഈ ചടങ്ങ് നിർവഹിക്കുവാൻ ഏറ്റവും അനുയോജ്യരായ വ്യക്തിത്വങ്ങളെയാണ് ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഇതോടൊപ്പം തന്നെ അസറ്റ് ഹോം സംഘടിപ്പിച്ചു വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോജക്റ്റുകൾക്കായിട്ടുള്ള പൂമുഖ അലങ്കാര മത്സരത്തിൻ്റെ ഈ വർഷത്തെ ഉദ്ഘാടനവും ഈ കൂട്ടത്തിൽ ഞങ്ങൾ നിർവഹിക്കുകയാണ്. വളരെ ആദരണീയനായ കേരളത്തിൻ്റെ മാനേജ്മെൻറ്റ് രംഗത്ത് ഗുരുസ്ഥാനിനെയായി വിശേഷിപ്പിക്കാവുന്ന ശ്രീ വർഗീസ് ചാണ്ടി സാറാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ആ മഹത് വ്യക്തികളോടുള്ള അസറ്റ് ഹോംസിൻ്റെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എപ്പോഴും അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളെ 2 കൈ നീട്ടി സ്വീകരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കോട്ടയത്തെ പ്രമുഖ പൗരാവലി അവർ ഈ പുതിയ പ്രോജക്റ്റുകളും
വളരെ ഉത്തമ ബോധ്യത്തോടെ ഏറ്റെടുക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയിട്ട് ഈ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള അവസരം വേണ്ടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകൾക്കും അസറ്റ് ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ക്രിസ്മസിൻ്റെ സന്തോഷാശംസകൾ നേരുകയും നവോത്സവാശംസകൾ നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.